ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദേവയാനി പരിണയം. അങ്ങനെ ചില കാലം കഴിഞ്ഞോരനന്തരം അങ്കന ശിരോമണിയാകിയ ദേവയാനി ശർമ്മിഷ്ഠയോടും ദാസി സഹസ്രത്തോടും കൂടി നർമാർത്ഥം യഥാകാമം പോയിതാരാമം തോറും മാധവമായ മധുപാനവും ചെയ്താനന്ദിച്ചാദരവോടുമാടിപ്പാടി വാടിയിടും നേരം ദാഹമുൾക്കൊണ്ടു മൃഗയാ പരിശ്രമത്തോടും നാഹുഷനായ നൃപൻ കാനനം പൊക്കാനെന്നും കണ്ടിതു കുളിക്കുന്ന കന്യകാജനത്തെയും ഉണ്ടതിൽ പ്രധാനയായൊരുത്തി അവളുടെ പാദവും തലോടിക്കൊണ്ടാഭരണാദിമണിധീതിയോടുകൂടി കാണായിതൊരുത്തിയെ ചോദിച്ചാൽ നൃപവരൻ നിങ്ങളാരിരുവരും മോദത്തോടുര ചെയ്തു ദേവയാനിയുമപ്പോൾ ശുക്രമാമുനിയുടെ പുത്രി ഞാൻ ദേവയാനി ചൊൽക്കൊണ്ട ധനുരേന്ദ്രൻ വൃഷപർവാവിൻ മകൾ ശർമ്മിഷ്ഠയായതവൾ ഇവൾ എന്നുടെ ദാസിയല്ലോ നിർമ്മലാംഗികൾ മറ്റുള്ളവരും ദാസീവർഗം മുറ്റുമെന്നോടുകൂടെ പോരുമിന്നവരെല്ലാം മറ്റാരും ഉടയവരില്ലെന്നു ധരിച്ചാലും അതു കേട്ടവനീശൻ അവളോടുര ചെയ്താൻ അതുല ഗുണമുള്ളോരിവളെങ്ങനെ നിന്റെ ദാസിയായി ചമഞ്ഞവാറെന്നതു പറകടൂ ഹാസമോടതു കേട്ടു ദേവയാനിയും ചൊന്നാൾ ഈശ്വരമതമെല്ലാമാർക്കു പോലറിയാവിതില്ലാച്ഛയ്യം തോന്നിടുവാൻ എന്തിലിതുകാലം കേൾക്കണമല്ലോ ഭവാനാരെന്നതെനിക്കിപ്പോൾ ഭോഷ്കല്ല രാജശ്രേഷ്ഠനെന്നു തോന്നിയിടും കണ്ടാൽ എങ്കിൽ അങ്ങനെ തന്നെ ഭൂപതിയയാതി ഞാൻ പങ്കജവിലോചനേ നകുഷാത്മജനല്ലോ എങ്കിൽ നീ എന്നെ വേട്ടുകൊള്ളുക മടിയാതെ സങ്കടമെല്ലാം തീരും സംശയമുണ്ടാകേണ്ട മന്നവനതു കേട്ടു പിന്നെയും പുര ചെയ്തു കന്യകാതിലകമേ ധന്യേ കേ മനോരമ്യേ സിദ്ധമല്ലയോ നിനക്കേതുമേ ശുക്രൻ തൻ്റെ പുത്രിയെന്ന്